അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഹാഫിദ് നിസാമുദ്ദീൻ. ഇത് എൻ്റെ ഉമ്മയാണ്. ഉമ്മാക്ക് ഇപ്പോൾ 2 വർഷത്തോളമായി കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് ആഴ്ചയിൽ 2-3 ഡയാലിസിസ് ഒക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ ഉമ്മാനെ ഒരിക്കലും ഈ അവസ്ഥയിൽ കാണിക്കാമെന്ന് വിചാരിച്ചതല്ല, നിവൃത്തികേട് കൊണ്ടാണ്. 40 ലക്ഷത്തോളം രൂപയാണ് നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളെ കുടുംബത്തെ കൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇതിലേക്കാകാൻ വേണ്ടി സഹായിക്കണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉമ്മാക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ദുആ ചെയ്യും. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. മക്കളോട് ജീവിച്ച് കൊതി തീർന്നിട്ട് എല്ലാവരും സഹായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇത് നസീമ. അവരുടെ ഇരുവൃക്കകളും തകരാറിലാണ്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മകനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഹാഫിളാണ് അദ്ദേഹം. ഒരുപാട് ലോകത്തിന് നന്മ ചെയ്യേണ്ട ഒരു മനുഷ്യനാണ്. എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞത്, ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ ആഗ്രഹിച്ചത്. കാരണം ഇന്ന് ഈ സമയം വരെയും ഒരാളെ മുമ്പിൽ പോലും കൈ നീട്ടിയിട്ടില്ല. ഒരുപാട് മക്കൾക്ക് അറിവ് പകർന്നു നൽകേണ്ട ഒരു മതപണ്ഡിതനാണ്, ഹാഫിളാണ്. അദ്ദേഹം പറയണ്ടായി, എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണമെന്ന്, എൻ്റെ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അദ്ദേഹം പറയണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ ഉമ്മ. കാരണം ഈ മകനെ ഇത്രയും പഠിപ്പിച്ച് ഇങ്ങനെ ഒരു ഹാഫിളാക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട ഒരു മാതാവാണ്. ആ ഉമ്മ നമ്മളോട് പറയണ്ടായി, എൻ്റെ മക്കളെ കൂടെ എനിക്ക് ജീവിച്ച് കൊതി പോലും തീർന്നിട്ടില്ല എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം. ചെറുപ്രായമാണ് ആ സഹോദരിക്ക്. വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ഒരു നാട് മുഴുവനും നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത് ഈ പാവപ്പെട്ട സഹോദരിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ നസീമ എന്ന് പറയുന്ന ഈ സഹോദരിയെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അകമഴിഞ്ഞ സഹായം ഉണ്ടായേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ഹാഫിളായ ഉസ്താദ് നമ്മോട് പറയണ്ടായി, എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഒരു ഹാഫിൾ എന്ന് പറഞ്ഞാൽ 40 ആളുകളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സഹോദരിയെ സഹായിക്കുന്നവരൊക്കെ